ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നല്ലൊരു പുലരി കണ്ടുണരുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇപ്രകാരം ഈ പ്രഭാത ജായന ചിന്തയിലേക്ക് എല്ലാ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഒരു നല്ലൊരു പ്രഭാത വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ മന്നയ്ക്കായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നതായ ഭാഗം വളരെ നേരത്തെയുള്ള ആഘോഷം ആണ്. നൽകിയിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതായ 1-ാം ലേഖനം അതിൻ്റെ 14-ാം അധ്യായം 19-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിനും ബുദ്ധി കൊണ്ട് 5 വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് ഞാൻ പറവാൻ ഇച്ഛിക്കുന്നു എന്നാണ്. വളരെ നേരത്തെയുള്ള ആഘോഷം നാം പലയിടത്തും കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കുന്ന സമയത്ത് ജയിക്കുമെന്ന് ഉറപ്പുള്ളതായ ആ സമയം, മറ്റാരും തന്നെ തോൽപ്പിക്കാനില്ല എന്നുള്ളതായ ആ സമയത്ത് പലപ്പോഴും നാം കണ്ടിട്ടുണ്ട്. പല വേദികളിലും പല സ്ഥലങ്ങളിലും അവർ സ്വയം എന്താണ് ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആഹ്ലാദിക്കുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിലൊക്കെയും എന്ത് സംഭവിക്കാറുണ്ട്? ആ മുന്നോടിയായുള്ള ആഘോഷം അവരാഘോഷിക്കുകയും അതിൻ്റെ തൊട്ട് കുറച്ചു സമയം കഴിഞ്ഞതിന് ശേഷം, ചിലപ്പോൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ എന്ത് സംഭവിക്കും? തൻ്റെ പിന്നിലുള്ള വ്യക്തി ആരാണ്, അവർ ഇദ്ദേഹത്തെ മറികടക്കുന്നതായിട്ട് കാണുന്നു, ഇദ്ദേഹത്തെ തോൽപ്പിക്കുന്നതായിട്ട് കാണുന്നു. പല ഓട്ട മത്സരത്തിലും പല കാര്യങ്ങളിലും ഇവിടെ നാം കാണുന്നത് 2017 ഒരു പ്രധാന സൈക്ലിംഗ് റേസിൽ ലൂക്ക പിബർനിക് എന്ന് പറയുന്ന വ്യക്തി ലാസ്റ്റ് ഫൈനൽ ലാപ്പാണ്. ആ ഒരു അവസാന ഒരു റൗണ്ട് കൂടെ പൂർത്തീകരിച്ച അദ്ദേഹം ജയിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ പിൻപിൽ ആരെയും കാണുന്നില്ല. ആ വ്യക്തി സ്വയമേ എന്താണ് വിചാരിച്ചു, ഞാൻ ജയിച്ചു എന്ന്. അങ്ങനെ അദ്ദേഹം അത്രയും നേരം സ്പീഡിൽ പോകുന്ന വ്യക്തി എന്ത് ചെയ്തു? ഇനി തന്നെ ഓവർടേക്ക് ചെയ്ത് മറികടന്ന് പോകാൻ ആരും തന്നെയില്ല, തൻ്റെ പിന്നിൽ ആരും തന്നെയില്ല എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ സൈക്കിളിന്റെ സ്പീഡ് കുറച്ച് കൈകൾ ഉയർത്തി ജയിച്ചു എന്നുള്ളതായ ആ ഒരു മട്ടിൽ ആയിരുന്നു. അത്തരത്തിൽ കുറച്ച് നിമിഷങ്ങൾ പിന്നിടുന്ന സമയത്ത് തൻ്റെ പിന്നിലുള്ള സൈക്കിൾ മറ്റുവരുമുണ്ട്, മറ്റേ കുറച്ച് ടീം കൂടി ഉണ്ട് തൻ്റെ പിന്നിലുള്ളവർ. അവർ അതിവേഗത്തിലാണ് സൈക്കിൾ ചവിട്ടിക്കൊണ്ടുവന്നത്. കാരണം അവർക്ക് ജയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്ത് അല്ലെങ്കിൽ മറികടന്ന് ഇദ്ദേഹത്തിന് ലഭിക്കേണ്ടതായ ആ ഒരു വിജയം മറ്റുള്ളവർ ആഘോഷിക്കുന്നതായിട്ട് കാണുന്നു. വളരെ നേരത്തെയുള്ള ആഘോഷം നമ്മളിൽ പലരിലും കണ്ടുവരുന്നതാണ്. പല കാര്യങ്ങളും നമുക്ക് ലഭിച്ചു എന്നുള്ള ആ ഒരു സംതൃപ്തിയിൽ നമ്മൾ എന്താണ്, ഇതിനി ആർക്കും കിട്ടാൻ പോകുന്നില്ല, ഇതെനിക്ക് മാത്രമുള്ളതാണ്, ഇതിനവകാശം ഞാൻ തന്നെയാണ്, ഇത്തരത്തിലുള്ളൊരു ഭാഗ്യം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്, ഇനി ഇതാരും മറികടന്ന് പോകാനില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്താണ് വളരെ നേരത്തെയുള്ള ആഘോഷങ്ങളിൽ നന്നായി പോകാറുണ്ട്. അപ്പോസ്തലനായ പൗലോസ് നാം വായിച്ചു കേട്ടതായ വചനം അന്യഭാഷയെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൽ നാം കാണുവാൻ സാധിക്കുന്നു. പുതിയ അന്യഭാഷകൾ സംസാരിക്കാനുള്ളതായ കഴിവ്, വരം കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾക്ക് ലഭിച്ചു. ഇത് നേരത്തെ അവർ ആഘോഷിച്ചിരുന്നു. അതായത് അവർക്ക് ലഭിച്ച ആ വരം ഇനി മറ്റാർക്കും ലഭിക്കുവാൻ പോകുന്നില്ല, അത് അവർക്ക് മാത്രം തന്നെ ഉള്ളതാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവർ ആ ഒരു മനോഭാവത്തിൽ, കാഴ്ചപ്പാടിൽ ആയിരുന്നു. അതിനെക്കുറിച്ച് പൗലോസിന് വളരെയധികം പ്രയാസമുണ്ടായിരുന്നു. ഇവർക്ക് ലഭിച്ച ഈ വരം ഇവർ തന്നെ എന്താണ് നശിപ്പിച്ചു കളയുമോ? ഇത് ഒരു വ്യക്തിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല,
ഇത് പലർക്കും ദൈവം നൽകുന്നതാണ്. അത് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവിലേക്ക് അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് ചേർക്കുവാൻ വേണ്ടിയിട്ടുള്ളതായ ഒരു മാധ്യമം മാത്രമായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നാം തിരുവചനം പഠിക്കുമ്പോൾ നിരവധിയായിട്ടുള്ളതായ ആത്മീയ വരങ്ങൾ ദൈവാത്മാവിനാൽ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. അതും വ്യത്യസ്ത രീതിയിലുള്ളതായ സ്വഭാവത്തിലുള്ളതായ ആത്മീയ വരങ്ങളാണ് നൽകുന്നത്. ഇതൊക്കെയും നൽകുന്നത് ഒരു ആളിൽ നിന്നുമാണ്, ദൈവത്തിൽ നിന്നുമാണ്, പരിശുദ്ധാത്മാവിൽ നിന്നുമാണ്. പക്ഷെ അതെന്താണ്? വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ആത്മീയ വരങ്ങളാണ് നൽകുന്നത്. ഒരുവന് പ്രസംഗിക്കാൻ ഉള്ളതായ വരം, ഒരുവൻ എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളതായ വരം, പാടാനുള്ള കഴിവ്, മറ്റുള്ളവരെ എങ്ങനെ ഇടപഴകണം, അവരുമായിട്ടുള്ള അപ്രോച്ച് എങ്ങനെയാണ്, അതുമായിട്ടുള്ള ബന്ധത്തിൽ പലർക്കും പല വ്യത്യസ്തമായ വരങ്ങളാണ് നൽകിയിരിക്കുന്നത്. നാം മനസ്സിലാക്കുക, നമുക്ക് ദൈവം എന്ത് വരമാണ് നൽകിയിട്ടുള്ളത്? നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആത്മീയ വരത്തിനനുസരിച്ചാണോ നമ്മുടെ ജീവിതം ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. പലർക്കും അന്യഭാഷ അറിയാവുന്നവരാണ്. മറ്റൊരു ദേശത്തിലെ ഭാഷ, ഈ ലോകത്തിലുള്ളതായ ഭാഷ, അത്തരത്തിൽ ആ ഭാഷ ഉപയോഗിച്ച് നാം എന്ത് ചെയ്യണം? ദൈവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമുക്ക് ആ ഭാഷ അറിയുന്നുവെങ്കിൽ, മറ്റൊരു സ്ഥലത്തെ ഭാഷ നമുക്ക് അറിയുന്നുവെങ്കിൽ, നമ്മൾ ആ ഭാഷ മനസ്സിലാക്കിക്കൊണ്ട് എനിക്കിതറിയാം എന്ന് പറഞ്ഞു നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യുക? ആ ഭാഷ ഉപയോഗിച്ച് അപ്പോൾ ആ ഭാഷ അറിയാവുന്ന വ്യക്തികളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ദൈവവചനത്തെ നൽകി കൊടുക്കുക. നമ്മിൽ എത്ര പേർ അത്തരത്തിലുള്ള സ്വഭാവങ്ങളുള്ളവരാണ് നമ്മൾ ചിന്തിക്കുക. ഇവിടെ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 14 വാക്യത്തിൽ പറയുന്നതായ കാര്യം, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ഈ ഒരു പ്രത്യേക ഉത്ബോധനത്തെ, പൗലോസിന്റെ ഉത്ബോധനത്തെ ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ആത്മീയ ബലം കൊണ്ട് പ്രയോജനം ഉണ്ടാകേണ്ട ഉദ്ദിഷ്ട വ്യക്തികൾ അന്യഭാഷ സംസാരിക്കുന്ന വ്യക്തിയല്ല. പകരം കേൾക്കുന്ന സഭാംഗങ്ങൾക്കാണ് ഫലവത്തായ പാഠം ലഭിക്കേണ്ടത്. നമുക്കൊരു ഭാഷ അറിയെങ്കിൽ നമ്മൾ ആ ഭാഷ ഉപയോഗിച്ച് ആ ഭാഷ, ഞാൻ മുൻപേ പറഞ്ഞതുപോലെ, ആ ഭാഷ അറിയാവുന്ന വ്യക്തിയിലേക്ക് കർത്താവായ ദൈവത്തെ അറിയിക്കുക, സുവിശേഷത്തെ അറിയിക്കുക. നാം ചിന്തിക്കുക, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നാം സുവിശേഷ വേലയിൽ വ്യാപകമായി ജീവിക്കുക. നമ്മുടെ സുഹൃത്തുക്കൾ, സഭാവിശ്വാസികൾക്ക് ഇത്തരത്തിലുള്ളതായ പല ആത്മീയ വരങ്ങളും ഉള്ളവരാണ്. അത് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യണം? അത് അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മുടെ സഹപാഠി, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത്, കൊളീഗ്സ് പറഞ്ഞ് മനസ്സിലാക്കുക. നിനക്ക് ഇത്തരത്തിലുള്ളതായ ഒരു വരത്തെ കർത്താവ് നൽകിയിട്ടുണ്ട്. ആ വരത്തെ യൂട്ടിലൈസ് ചെയ്യുക, നമ്മൾ ഉപയോഗിക്കുക, പരമാവധി ഉപയോഗിക്കുക. എന്തിനു വേണ്ടി? സുവിശേഷ വേലയോട് അനുബന്ധിച്ചുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനായിട്ട് ആ ഒരു ഉപയോഗിക്കുക. നമ്മൾ പാട്ട് പാടുന്നവരാണെങ്കിൽ ആ പാട്ട് പാടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക. നമ്മൾ പ്രസംഗിക്കാൻ അറിയുന്നെങ്കിൽ നമ്മൾ പ്രസംഗിച്ച് ദൈവനാമത്തെ മഹത്വീകരിക്കുക. നമ്മൾ തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന മർമ്മങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കാനുള്ള ശക്തി ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? അത് പ്രായോഗിക തലത്തിൽ വരുത്തുക. നമ്മൾ തിരിച്ചറിയാത്ത നിങ്ങളുടെ ഒരു കഴിവ് തിരിച്ചറിഞ്ഞാൽ നമ്മളെ സഹായിക്കട്ടെ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ തിരിച്ചറിയാത്ത നിങ്ങളുടെ ഒരു കഴിവ് തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കാൻ സുഹൃത്തുക്കളോട് ആവശ്യപ്പെടുക. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മീയ വരം എന്താണ് നമുക്കറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ മറ്റുള്ളവർക്കറിയാം. അവരാണ് നമ്മൾ പറയുന്നത്, അല്ലെ? ചിലപ്പോൾ നമ്മൾ സഭയിൽ പാട്ടുപാടുന്നവരായിരിക്കും, ചിലപ്പോൾ പ്രസംഗിക്കുന്നവരായിരിക്കും, നല്ല രീതിയിൽ ക്ലാസ് സ്കൂൾ ടീച്ച് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരായിരിക്കും. അതൊക്കെ അവർ കാണുമ്പോൾ അവർ വിലയിരുത്തും. അപ്പോൾ അവർ നമ്മളോട് പറയും, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു കഴിവുണ്ട് കേട്ടോ, അത് വളർത്തിക്കൊണ്ടുവരണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മനോഭാവം നമ്മൾ കൊണ്ടുവരിക. ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ്
ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനുഭവത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ജീവിക്കുക. നമ്മുടെ ആത്മീയ വരങ്ങളെ ഉണർത്തി കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഉപയോഗിക്കുക. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ആത്മീയ അനുഗ്രഹങ്ങൾ, ആത്മീയ വരങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുക. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറായിട്ടൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ പ്രബോധത്തിൽ വിരമിക്കുന്നു. കേട്ടതായ എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ പ്രതിദിന ധ്യാനം അവസാനിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, അടിയങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം കർത്താവേ. ഈ മാസത്തിൽ കർത്താവേ, അടിയങ്ങളിൽ എന്താണ് അങ്ങ് നൽകിയിരിക്കുന്ന ആ വരം അടിയങ്ങളെ അവിടുന്ന് മനസ്സിലാക്കി തെരുമാറാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതെന്ത് തന്നെയായാലും അത് അങ്ങയുടെ നാമ മഹത്വീകരണത്തിന് ഇടയാകുവാനായിട്ട് അടിയങ്ങളെ ശക്തീകരിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ, എന്നെ ശ്രമിച്ച എല്ലാ ദൈവമക്കളെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് അങ്ങോളം ഇങ്ങോളം സുവിശേഷ വേലയിലായിരിക്കുന്ന ഓരോ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവേ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ അങ്ങനെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗിയാനിലിനായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ലിംഷാൻ ലാൽ പ്രിയ മകനോർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ റീത്ത സൈമനെ പ്രിയ സിസ്റ്ററിനോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മൂവരെയും ഇത്രത്തോളം അനുഗ്രഹിച്ച് ആയുസ് നീട്ടിക്കൊടുത്തതിനായി സ്തോത്രം. തുടർന്നുള്ള നാളുകളിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രിയപ്പെട്ടവരായിരിക്കാനും അങ്ങയുടെ കർത്താവ് അനുഗ്രഹം രുചിച്ചറിയുവാനുമായിട്ട് പ്രിയപ്പെട്ടവരോട് സഹായിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി ഒരിക്കൽ കൂടി നന്ദി സ്തുതിക്കുന്നു കർത്താവെ. തുടർന്നും കർത്താവെ, ഈ അന്ത്യനാളുകളിൽ വിശ്വസ്തയോടെ അടിയങ്ങൾക്ക് നിലകൊള്ളുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടിയങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ കർത്താവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.